കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവ പൈതലെ, ഒരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാൻ സ്വർഗം നമ്മെ സഹായിച്ചുവല്ലോ. കഴിഞ്ഞ രാത്രിയുടെ ദിനം കണ്ടവർ എത്രയോ പേർ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതമില്ലാതെ മരണം അനേകരെ മുറിച്ചു കളഞ്ഞപ്പോൾ രോഗം അനേകരെ താളടിയാക്കിയ സന്ദർഭം കൂടിയായിരുന്നു. എന്നാൽ ദൈവമായ കർത്താവ് നമ്മായിരുന്ന സ്ഥാനത്തൊക്കെയും നമ്മെ സഹായിച്ചു, നമ്മെ അനുഗ്രഹിച്ച് നമ്മളെ മാനിച്ച വിധങ്ങൾക്കായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ പ്രഭാതത്തിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയരെ, ഇയ്യോബിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പുത്രസമ്പത്ത്, ധനസമ്പത്ത് സകലതും ഇയ്യോബിന് നഷ്ടമായി. ശരീരം വ്രണബാധിതനായി തീർന്നു. ഈ സമയത്ത് ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനോട് പറയുക, ഹേ മനുഷ്യ, ഇനിയെങ്കിലും നിന്റെ ദൈവത്തെ നീ തള്ളിപ്പറഞ്ഞ് ചത്ത് കളക എന്ന്. പ്രിയരെ, ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഒരു പൊട്ടിയെപ്പോലെ സംസാരിക്കുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി എൻ്റെ ദൈവത്തെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ കാണും എന്നാണ് ഇയ്യോബ് പറഞ്ഞത്. പ്രിയ ദൈവ പൈതലെ, ഇയ്യോബിൻ്റെ പ്രത്യാശ ഇയ്യോബ് ദൈവത്തെ കാണും, സ്വന്തം കണ്ണാൽ ദൈവത്തെ കാണും എന്നുള്ളതായിരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ചിന്തിച്ച് നോക്കണം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ളതാണ്. കുറവായി തോന്നിയാൽ പ്രിയ ദൈവ പൈതലെ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. പ്രത്യാശയോടെ ജീവിക്കുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിച്ച് മാനിക്കുമാറാട്ടെ. ആമേൻ.